ഹായ്, മലയാള വില്ലയിലേക്ക് സ്വാഗതം. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. അത് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഇപ്പോൾ. അതാണ് നമുക്ക് കിട്ടാണ്ട് പോകുന്നതും. സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. ഏത് സമയവും സങ്കടമായിരിക്കും. സങ്കടത്തെക്കുറിച്ച് മാത്രം നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷം ഉണ്ടാകാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഈ താമസിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പഴയ കാലഘട്ടങ്ങളും പുതിയ കാലഘട്ടത്തിലെയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ലാത്തതായിട്ടാണ് കാണുന്നത് അല്ലേ. അച്ഛനും അമ്മയും, സഹോദരനും സഹോദരിയും, പിന്നെ അച്ഛനും അമ്മയും മാത്രമല്ല അമ്മയും മക്കളും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ, പിന്നെ അതേപോലെ കൂട്ടുകുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെ കൂട്ടുകുടുംബങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര സ്നേഹവും സന്തോഷവും സമാധാനവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അടങ്ങിയ ഒരു കുടുംബമായിരുന്നു പണ്ടൊക്കെ നമ്മുടേതല്ലേ. ഇപ്പം അതൊക്കെ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. സന്തോഷമില്ല, സമാധാനമില്ല, ഒറ്റപ്പെടലുകളുടെ വേദനകൾ. അതായത് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ആയിട്ടുണ്ടായിരുന്ന വീടുകളിലിപ്പം അച്ഛനും അമ്മയും മാത്രമായിട്ടുണ്ട്. ചിലപ്പോൾ അമ്മ മാത്രമായിട്ടുണ്ടാവാം, ചിലപ്പോൾ അച്ഛൻ മാത്രമായിട്ടുണ്ടാവാം. മക്കളെയൊക്കെ നമ്മൾ നന്നായി പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരുടെ കയ്യോ കാലോ വളരണതൊക്കെ നോക്കിയിരുന്ന അച്ഛനും അമ്മയും ഇപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ അമ്മമാരും അച്ഛന്മാരെയൊക്കെ വൃദ്ധസദനത്തിലാണ്. ചിലവർ നമ്മളിപ്പോൾ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല പല രീതിയിൽ പല പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഓരോ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ആ ഒരുപാട് ജനങ്ങൾ, അതായത് നമ്മൾ കൊണ്ടുവന്ന് ആക്കുന്ന നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും പോലെയുള്ള ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ, വൃദ്ധകളായിട്ടുള്ള ആൾക്കാർ, ദമ്പതിമാർ അവിടെ താമസിക്കുന്നുണ്ടാവാം. അവരിലൊരാളായിട്ട് അവരോടൊപ്പം അവരുടെ സന്തോഷത്തിലൊക്കെ പങ്കിട്ട് അവരവിടെ ജീവിതം നയിക്കുകയാണ്. അതിന് പുറമെ നമ്മളിപ്പോൾ അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർ നമ്മുടെ കുട്ടികളെ വിദേശത്തൊക്കെ പോയി പഠിപ്പിച്ച് അവർ വിദേശ പൗരത്വം സ്വീകരിച്ച് അവിടെ ജോലിയൊക്കെ ചെയ്ത് അവരിലൊരാളായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് മുഖ്യം അവരുടെ ജോലി, അവരുടെ ലൈഫ്, അവരുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെയാണ് അവർക്ക് വലുത്. അപ്പോൾ അവരെന്താ നാട്ടിലേക്കുള്ള വരവ് കുറയുന്നു, വീട്ടിലേക്ക് വല്ലപ്പോഴും ഇവിടുന്ന് ആദ്യം പോകുമ്പോഴൊക്കെ അമ്മയെ വിട്ടുപിരിയുന്ന സങ്കടം, അമ്മയുടെ ഭക്ഷണം കഴിക്കാത്ത സങ്കടം, അമ്മ അരികിലില്ലാത്ത വിഷമം, അതൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുള്ളൂ ഇവിടുന്ന് കയറി പോകുന്ന ആൾക്കാർ. അവിടെ കയറി കഴിഞ്ഞ് ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെയിലി വിളിയായി, ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കലായി, പറച്ചിലായി. പിന്നെ ആ വിളി പതുക്കെ പതുക്കെ കുറഞ്ഞു. പിന്നെ അമ്മയോടും അച്ഛനോടും സമയമില്ല എന്നുള്ള രീതിയായി. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ പോകുന്നു. പിന്നെ സ്ഥിരതാമസമായി, ജോലിയൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ ജോലിയിൽ കയറി, ജോലിയിൽ നിന്ന് അവിടെ കല്യാണം കഴിച്ചു, അവിടുത്തെ സിറ്റിസൺ കിട്ടി, അവിടെ തന്നെ അവർ സെറ്റിലാകുന്നു. അപ്പം അമ്മയെ നോക്കാൻ ആരും ഇല്ലാണ്ട് വരുന്നു. അങ്ങനെ പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ നമ്മളിൽ നിന്നും അകന്നകന്നു പോവുകയാണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നാട്ടിൽ ഒറ്റപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും അനിയന്മാരുടെ, അങ്ങനെ ബന്ധുജനങ്ങളുടെയൊക്കെ അവരുമായിട്ടുള്ള ഒരു മിംഗ്ലിങ് ഇല്ലാണ്ടാവുന്നു. നമ്മുടെ കുട്ടികൾക്ക് അന്യനാട്ടിൽ ചെന്ന് കിടക്കുമ്പം അവരുമായിട്ടൊന്നും യാതൊരുവിധ സമ്പർക്കവും ഇല്ലാണ്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ബന്ധങ്ങൾ എന്താണെന്നറിയില്ല, സ്നേഹങ്ങൾ എന്താണെന്നറിയില്ല. അവർ കാണുന്നത് അവരുടെ ചുറ്റിനുമുള്ള കൂട്ടുകാരെയും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയും മാത്രമായിരിക്കും. ബന്ധങ്ങൾ എന്താ, അവരാരാണ്? കുറേ കഴിയുമ്പോൾ ചെറിയ കുട്ടികളായിട്ടൊക്കെ പോയി കഴിയുമ്പം അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് വരുന്ന സമയത്ത് അവർ വല്ല കല്യാണമോ മരണമോ ഒക്കെ വരും. ആരാ മരിച്ചത്, നാട്ടിൽ നിന്ന് വിളി വരുമ്പോൾ ആരാ മരിച്ചത്, ഇന്നതുപോലെ, അത്രേ, അത് കഴിഞ്ഞു. ആ ബന്ധങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അറിയാൻ പാടില്ലാണ്ട് വരികയാണ് അവിടെ ചെന്ന് കഴിയുമ്പം. അവർക്ക് അവരുടെ തിരക്കുകളിൽ ഏർപ്പെട്ടു, അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതം തന്നെ ഇവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തന്നെ ഒഴിഞ്ഞു വെച്ചേക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ശരീരവും ആരോഗ്യവും എല്ലാം ഉള്ളപ്പോഴാണ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പണ്ടുള്ള കാരണന്മാർ ഓരോരോ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നത് പോലെ, സമ്പത്ത് കാലത്ത് തൈപത്ത് തട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറയുന്ന പോലെ, നമുക്ക് ആ സമയങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ക്ഷീണവും തളർച്ചയും ആരോഗ്യവും അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റാണ്ട് വരും. നമ്മൾ പിന്നെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എല്ലാം എടുത്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാവകാശം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള വകയുണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടണം. അതൊക്കെ കഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെല്ലാമാണ് നഷ്ടമാവുന്നതെന്നറിയാമോ.
നമ്മുടെ കൂടെയുള്ളവരുടെ സ്നേഹം, അവരുടെ സമാധാനം, സന്തോഷം, ഒരു വശത്ത് നമ്മളെല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ മറുവശത്ത് നിന്ന് നമുക്കെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ആരെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിനൊരു പ്രതിവിധി? എങ്ങനെ അതിനെ തരണം ചെയ്യാനായിട്ട് പറ്റും? നാട്ടിലുള്ള അച്ഛനെയും അമ്മയെയും അവർക്ക് വേദനയില്ലാത്ത രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനോ, അവരുടെ കാര്യങ്ങളിൽ വന്ന് ഇടപെടാനോ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അവരെ എങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷവും സാഹചര്യവുമാണ് അവർക്കവിടെ, ഇല്ലേ? അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനൊപ്പം നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനെയും അമ്മയെയും കൂടി നമ്മൾ ഓർക്കണം. നമ്മളിന്ന് എന്താണോ ആയേക്കുന്നത്, അവരുടെ വിയർപ്പും അവർ കഷ്ടപ്പെട്ടതും അവരുടെ പ്രയത്നവും കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നതെന്നുള്ള വിചാരവും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള, അതായത് നമുക്കൊരു ജീവിതം ഉണ്ടായി നമുക്കും കുട്ടികളുണ്ടായി കഴിയുമ്പോൾ നമ്മളെയും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പം എല്ലാവരും നാട്ടിലുള്ള അച്ഛനെയും അമ്മയെയും വിളിക്കുക. വല്ലപ്പോഴും എന്നല്ല, സമയം കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സമയം തന്നെ നമ്മൾ മാറ്റി വെക്കണം. ഈ ഒരു ദിവസത്തിൽ ഇത്ര നേരം എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ അവർക്കുള്ളതാണ്. ഒരുപാട് നുണകൾ ഇപ്പോൾ ഈ ടി വിയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും അല്ലാണ്ട് നേരിട്ടുള്ള അനുഭവത്തിലൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും അമ്മക്ക് സമയം കിട്ടി അമ്മ വിളിക്കുന്നത്. അപ്പം വേഗം തന്നെ ഫോൺ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. പിന്നെ രണ്ടാമതും വിളിച്ച് മൂന്നാമതും വിളിച്ച് കഴിയുമ്പോൾ അവർ ഫോൺ എടുക്കും. എന്താണമ്മേ, എന്താണ് അത്യാവശ്യം എന്നാണ് വേഗം പറയും. ഞാനിവിടെ ഇങ്ങനെ ഒരു ടെസ്റ്റിലാണ്, അല്ലെങ്കിൽ ഞാനിന്ന് പഠിക്കുകയാണ്, എനിക്ക് അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട്, ഞാനിങ്ങനെ വഴിയിലാണ്, എന്തെങ്കിലും പറയും. പാവം അച്ഛനും അമ്മയും ഓർക്കുന്നത് എന്താണെന്നറിയാം, എൻ്റെ മോൻ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നതിനുള്ളൊരു ബലമുണ്ട്, അവൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ്, അവൻ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഒന്നീ കൂട്ടുകാരുടെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരത്ത് പുറത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യങ്ങളിലായിരിക്കും അവരൊക്കെ. എന്ത് കഷ്ടമാണല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ വളർത്തി വലുതാക്കിയ ആൾക്കാർ, അവർ പട്ടിണിയും പരിവട്ടവുമായിരിക്കും ചിലപ്പോൾ, അവരുടെ വയറ് മുറുക്കി കെട്ടിയിട്ടായിരിക്കും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിദേശത്തോ സ്വദേശത്തോ വിടുന്നത്. അപ്പോൾ അവർക്ക് ഇവരുടെ ഫോൺ എടുക്കാൻ പോലും നേരമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരിത്തിരി കഷ്ടമല്ലേ? ഒന്ന് ചിന്തിക്കുക. നമ്മളെന്തിനാണ്, നമ്മളെന്താണ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. എനിക്ക് മുന്നിലൊരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വീഡിയോയുമായിട്ട് വന്നത്. എല്ലാവരും ഇത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും ബൈ.